ബിക്കോസ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങളെ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ആവശ്യമാണ്. ദാറ്റ് ഇസ് വൈ ഐ എം ഹിയർ. അതെ, ദാറ്റ് ഇസ് വൈ ഐ എം ഹിയർ. എന്നെ ഇവിടം വരെ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങളെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു പോസ്റ്റിൽ ഒരു പ്രത്യേക പോസ്റ്റിൽ കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഈ കളിയൊക്കെ കളിച്ച് വന്നിരിക്കുന്നത്. ഭയങ്കര ഒരു പ്രത്യേകതരം ബോഡി ലാംഗ്വേജ്. ഞാൻ ഇന്നേ വരെ ഒരുപാട് എക്സ്പ്ലനേഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് ക്ലാരിഫിക്കേഷൻ എന്ന ടൈറ്റിൽ ഇട്ടാണല്ലോ പേളിയുടെ ഈ ഒരു വീഡിയോ വന്നിട്ടില്ല. ഞാൻ ഒരുപാട് ക്ലാരിഫിക്കേഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഇത്രയും ഗതികെട്ടൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടില്ല. പറയാൻ കാരണം എന്താ അറിയോ, ഇതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. 22 മിനിറ്റ് ക്ലാരിഫൈ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ക്ലാരിഫിക്കേഷൻ ആയിരുന്നില്ല, തർജിമ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ. ഏറ്റവും നല്ല ടൈറ്റിൽ ആ വീഡിയോയ്ക്ക് അതായിരുന്നു, ട്രാൻസ്ലേഷൻ. അതല്ലേ ചെയ്തിട്ടുള്ളത്. വലിയ ആളായിട്ട് കാവി ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് 2 ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ജന്തർ മന്ദറിൽ CJB പ്രൊട്ടസ്റ്റ് നടക്കുന്നതിന് ആയിട്ട് പിന്നെ ന്യൂയിരണ്ണനക്ക് അതല്ല, അതായത് നിങ്ങൾ മക്കളെ മടങ്ങി വരൂ, നിങ്ങൾ വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കെയറമ്മായി ആയിട്ടുള്ള ഒരു സാധനം ഇട്ടിരുന്നു. അതങ്ങോട്ട് ബാക്ക് ഫയർ ചെയ്തിട്ട് ആൾക്കാർ എടുത്തിട്ട് ബഹിരാകാശം കാണിച്ചു കൊടുത്തു. അപ്പം മെല്ലെ അവിടുന്ന് എങ്ങനെയോ താഴത്തെ ഇറങ്ങി വന്നിട്ട് ഇത് മക്കളെ ഞാൻ ഇതാണ് എഴുതിയതെന്നും പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ, എനിക്കൊന്നിന് ആ ഇംഗ്ലീഷിനെ വായന കേട്ടാൽ തന്നെ അറിയാം അപ്പോൾ അയമ വായിക്കുകയാണോ എന്ന് വരെ സംശയം തോന്നി. കാരണം എന്താ വെച്ചാൽ അപ്പോഴാണ് അത് മനസ്സിലാക്കണം എന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത് ക്ലാരിഫൈ ചെയ്യേണ്ട. ഞാൻ ക്ലാരിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യത്തിന് ന്യായം പറച്ചിൽ എന്തെങ്കിലും അതൊന്നുമല്ല, അത് വായിച്ച് കേൾപ്പിക്കുകയാണ്. ഇതിങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇതിങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. ചേടാ, എന്തായാലും ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഒരുവിധം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് കാണാം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഫ്യൂ ഡേയ്സ് അഗോ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇറ്റ്സ് അബൌട്ട് ദി എൻറ്റയർ നീറ്റ് ഇഷ്യൂ ദാറ്റ്സ് ഹാപ്പനിങ്. അതിനെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ ഫസ്റ്റ് ഓഫ് ഓൾ എൻറ്റയർ നീറ്റ് ഇഷ്യൂവിനെ കുറിച്ച് പേളി പോസ്റ്റ് ഇട്ടിട്ടില്ല. അവിടെ നടക്കുന്ന CJP പ്രൊട്ടസ്റ്റിൽ ഇതിലെങ്ങനെങ്കിലും ഒരു ബാലൻസ് ചെയ്തിട്ട് 2 വള്ളത്തിലും കൂടി ചവിട്ടിയിട്ട് ഒരു ബാലൻസ് ചെയ്തിട്ട് എന്നാൽ ഞാൻ പ്രതികരിക്കുകയും ചെയ്തു, എന്നാൽ അവർക്ക് വേണ്ടിയിട്ടൊരു പ്രതികരണം അവിടെ നടത്തി. ഇത് അവിടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന കേസാണ്. ഒരു എന്താ പറയുക, സോപ്പ് ഇട്ടിട്ടുള്ളൊരു വർത്താനാണെങ്കിൽ കൂടി വളരെ കൃത്യമായിട്ട് ഇതിൽ BJPനെ സപ്പോർട്ട് ചെയ്തിട്ട് റൂളിംഗ് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അല്ലാതെ നീറ്റ് പേപ്പർ ലീക്കിനെ കുറിച്ചൊന്നും അതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് മാത്രം ജസ്റ്റ് ഒന്ന് തൊട്ട് തൊടാം. അത് മാത്രമല്ലല്ലോ നമ്മളെ വിഷയം അവിടെ നമ്മൾ നീറ്റായിരുന്നു, അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. ഓക്കെ, ഇടുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. എന്തെങ്കിലും പേളി പറയണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ DM-ലൊക്കെ കുറേ മെസ്സേജ് വന്നിരുന്നു. അതാണ് പ്രശ്നം. സ്വന്തമായിട്ട് ഇതൊന്നും തോന്നിയിട്ട് ചെയ്യണമല്ല. നമുക്കിങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, അപ്പോൾ അവനാൻ്റെ ഫോളോവേഴ്സൊക്കെ ഏതൊക്കെയോ അവിടെ കിടക്കുന്ന ആരൊക്കെയോ എന്തൊക്കെയോ അവനാൻ്റെ DM-ൽ വന്നിട്ട് പറഞ്ഞു ഒരുപാട് പ്രഷർ, ഭയങ്കര പ്രഷറായിപ്പോയി. ഭയങ്കര ഹൈ പൊസിഷനിലിരിക്കുന്ന ഇൻ്റലക്ച്വൽ പൊസിഷനിലിരിക്കുന്ന ആളാണല്ലോ. പേളി എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണം. കാരണം പേളിയുടെ പ്രതികരണം കേൾക്കാതെ ഉറക്കം വരാത്ത കുറേ എണ്ണത്തിൻ്റെ വകയുള്ള പ്രഷർ കൊണ്ടാണ്, അല്ലാതെ സ്വന്തമായിട്ട് തോന്നിയിട്ടല്ല. ഇങ്ങനെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്, ഞാൻ ആ സ്റ്റുഡൻസിനൊന്ന് വേണ്ടിയിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ ആർക്കെയും വേണ്ടി, അതല്ല പ്രഷറൈസ് ചെയ്തിട്ട് അപ്പം അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഐ ടുക്ക് മൈ ടൈം. ഞാൻ കുറേ റീൽസും നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് ചാനൽസുമാണ്, ഇൻസ്റ്റാഗ്രാമിലെ റീൽസുകളും ഒക്കെ കണ്ടിട്ട് എനിക്ക് കഷ്ടം. ഇതന്നെ പോയില്ലേ. ന്യൂസ് എന്താണെന്ന് പറയണമെങ്കിൽ റീൽസ് കാണുന്ന അതും അത് തുറന്ന് സമ്മതിക്കുന്നവർ. നിങ്ങൾ റീൽസാണോ കാണാറ്? ഞാനൊരിക്കലും റീൽസ് അല്ല. റീൽസിൻ്റെ ബേസിസിൽ മാത്രം നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് എടുക്കാൻ പറ്റും, നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫറൻസിൽ നമുക്ക് എത്താൻ പറ്റും. റീൽസിന് മാത്രമായതുകൊണ്ട് അതിന് ഒരുപാട് ഡേറ്റയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇത് എന്തിനാ പ്രൊട്ടസ്റ്റ്, എന്താണ് അവിടെ നടക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കണം. അല്ല റീൽസ് മാത്രം കണ്ടിട്ട് ഇറങ്ങിയതാണോ? അടുത്തതായ കുറേ കാര്യങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊരു കാര്യം എഴുതി, എൻ്റെ ഒരു നോട്ട് പാഡിൽ ഞാൻ എഴുതി പോസ്റ്റ് ചെയ്ത സാധനം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഐ വോണ്ട് ടു റീഡ് ഇറ്റ്. അതാണ് സംഭവം. തർജിമ അതിനാണ് ലാലേട്ട പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. കുറച്ച് മലയാളത്തിലും കൂടി എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. The past few days have been very painful and they have forced all of us to pause and reflect. കുറച്ച് നാളായിട്ട് നമ്മളെല്ലാവരും വേദനയിലാണ് because of the news what's happening and അത് നമ്മളെല്ലാവരെയും ഒന്ന് പോസ് ചെയ്യാനും ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു. എന്താണ് റിഫ്ലക്റ്റ് ചെയ്യാൻ? ഇതാണ് ഞാൻ പറഞ്ഞത്. വേറെ ആരും എഴുതി കൊടുത്താണേ. പോസ് ചെയ്യാൻ മനസ്സിലായി. നമ്മളൊന്ന് പോസ് ആൻഡ് പോണ്ടർ എന്നൊക്കെ പറയില്ല, ഇംഗ്ലീഷ് അങ്ങനെ പറയും. പോസ് എന്താ റിഫ്ലക്റ്റ് ചെയ്യാൻ എന്നാണ് എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അതും കൂടി തർജ്ജിമ, ഞാൻ അടുത്ത 2ാം ഭാഗം തർജ്ജിമ ഉണ്ടാവുന്നല്ലോ, 2ാം ലെയർ തർജ്ജിമ, ട്രാൻസ്ലേഷൻ. എന്താ റിഫ്ലക്റ്റ്? ആരോ എഴുതി കൊടുത്ത് വായിച്ചതാണേ. എഴുതി കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ആലോചിക്കണ്ടേ?
We have witnessed the strength, unity and determination of the young people of our country. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രെങ്ത്, ശക്തി, യൂണിറ്റി, ഒരുമ ആൻഡ് ദ ഡിറ്റർമിനേഷൻ, അതായത് ഇത് ചെയ്തെടുക്കണം എന്നുള്ളൊരു ഡിറ്റർമിനേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓഫ് ഹൂ, നമ്മുടെ യങ് ജനറേഷൻ, ദ യൂത്ത് ഓഫ് ആർ കൺട്രി. ഇത് ഇത് കണ്ടിട്ടേ കോരിത്തെറിച്ച് നീറ്റ് സല്യൂട്ട് അടിക്കാൻ തോന്നുക. ശയ്യോ, ഒരു 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ അസംബ്ലിക്ക് പണ്ടൊക്കെ സ്കൂളിൽ ഇത് വായിക്കും, മറ്റേ തോട്ട് ഫോർ ദ ഡേ ഒക്കെ വായിക്കുന്ന പോലെ. അയ്യയ്യേ, saw heartbreaking images and videos. ഇതാണ് ഞാൻ കണ്ടത്. I saw heartbreaking images and videos of clashes in which students and officers were getting hurt. That changed something in me. ഞാൻ കാണുന്ന ഇമേജസിൽ സ്റ്റുഡൻസ്, പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും ഹേർട്ട് ആവുന്ന വീഡിയോസാണ് ഞാൻ കണ്ടത്. ആൻഡ് ഇറ്റ് ചേഞ്ച്ഡ്. അത് കാണുമ്പോൾ എൻ്റെ നെഞ്ച് പൊറ്റി ലാലേട്ടറിൻ്റെ അവിടെ നെഞ്ച് പൊറ്റി. ഒരു കാര്യം ഞാൻ ചിന്തിച്ചു. എന്താണ് ഞാൻ ചിന്തിച്ചത്? All I could think was, please don't get hurt. നിങ്ങൾ ആരും ഹേർട്ട് ആവല്ലേ. Please stay safe. If your life is in danger, go back home. No cause is worth losing a life over. ഇതാണ് ഞാൻ ചിന്തിച്ചത്. നിങ്ങൾ ആരും ഹേർട്ട് ആവരുത്. അയ്യോ, ആരുടെയും ലൈഫ് നഷ്ടപ്പെടല്ലേ. നിങ്ങളുടെ ലൈഫ് ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചത്. ഞാൻ സ്വാതന്ത്ര്യ സമര സമയത്ത് ഈ അമ്മ ജീവിച്ചിരിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അന്ന് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമൊക്കെ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ചിലപ്പോൾ ഭഗത് സിംഗ് ഒക്കെ ജീവനോടെ ഉണ്ടായിരുന്നേനല്ലേ. ഭഗത് സിംഗ് മുതൽ താന്തിയ തോപ്പി മുതൽ ഇത്രയും ആൾക്കാർ ജീവനോടെ ഉണ്ടായിരുന്നേനെ. ഒരു പക്ഷെ കാലാപാനിയിലെ ഗോവർദ്ധൻ വരെ ജീവിച്ചിരുന്നേനെ. ചെയ്യരുത്, ട്രെയിനിന് ബോംബ് വെക്കരുത്, റെയിൽ പാളത്തിൽ ചെയ്യരുത്, എന്താ ബോംബ് വെക്കരുത്, വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞോട് കേട്ടോട് കൂടി ഇവരെല്ലാവരും തിരിച്ച് വീട്ടിൽ പോയി സമാധാനമായിട്ട് എല്ലാവരും കിടക്കുക. എന്നിട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ പുറത്തു കൂടി നടക്കുക. എന്തൊരു കഷ്ടമാണ് അവസ്ഥയുടെ കേരളമായി. ഇത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ പോകും എന്നല്ല ഞാൻ പറയുന്നത്. അത് പറയാൻ ഞാൻ ആരുമല്ല. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ അങ്ങനത്തെ ഒരു കാര്യം പറയാൻ ഞാൻ ആരുമല്ല. ഐ എം എ നോബഡി. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാനിവിടെ എഴുതി. ഓ, പൃഥ്വിരാജിന്റെ സിനിമ ഐ നോബഡി. അതിനുശേഷം ഞാൻ എഴുതിയിരിക്കുന്നത് എവറി സ്റ്റുഡൻറ് ഇസ് സമൺസ് ചൈൽഡ്. ഓരോ സ്റ്റുഡൻറ്റും ഒരാളുടെ കുഞ്ഞാണ്, ഒരാളുടെ ഡ്രീമാണ്, സംബഡീസ് ഡ്രീം, സമൺസ് എൻറ്റയർ വേൾഡ്, ഒരാളുടെ ലോകമാണ് ഓരോ കുഞ്ഞുമക്കളും. അവനാണ് എഴുതിയിട്ടുള്ളത്. എനിക്കത് എൻ്റെ ഫിഗർ, എൻ്റെ എൻ്റെ ഫുൾ ബിഗ് ബോഡി എന്നൊക്കെ പറയില്ലേ, അത് പറഞ്ഞവർ അവരാൻ തന്നെ സ്വന്തമായിട്ട് എഴുതിയിട്ടുള്ള ഒരു ഇത് ആലോചിച്ചിട്ട് പുളകം കൊള്ളുക. അല്ലെങ്കിൽ വേറെ ആരോ എഴുതി വെച്ച സാധനം ഇപ്പോൾ വായിക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ കാണുക തോന്നുന്നുണ്ട് കേട്ടോ. Like so many others, I believe our students deserve an education system that is transparent, fair and gives every child an equal opportunity to succeed. നമ്മളെല്ലാവരും പോലെ നിങ്ങളെല്ലാവരും അങ്ങനെ ആയിരിക്കും ആലോചിക്കുന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ഡിസേർവ് ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ദാറ്റ് ഇസ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫെയർ, എല്ലാവർക്കും ഒരേപോലെ ഫെയർ ആയിരിക്കുന്ന, ആൻഡ് ഗിവ്സ് എവറി ചൈൽഡ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു സക്സീഡ്. ജയിക്കാൻ ഒരു ഈക്വൽ ആയിട്ടുള്ള അവകാശം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. ന്യൂസ് റീഡറായിട്ട് വർക്ക് ചെയ്യണോ, അല്ലെങ്കിൽ വല്ല തർജിമ സ്പെഷ്യലിസ്റ്റായിട്ട്? ഇതൊരു അസംബ്ലി, ഒരു 6ാം ക്ലാസ്സിലെ അസംബ്ലിൻ്റെ അങ്ങേപ്പുറത്തേക്കില്ല. ദേ ഡിസേർവ് ടു ബി ഹേർഡ്. അവരെല്ലാവരും കേൾക്കണം. ദേ ഡിസേർവ്. അതും അവരുടെ അവകാശമാണ്. ഡിസേർവ്. നമുക്ക് അതിനർത്ഥം അറിയാത്തതുകൊണ്ട്, മീനിങ് അറിയാത്തതുകൊണ്ട് എന്തൊക്കെ തെറ്റിദ്ധരിച്ചു അല്ലേ. ഡിസേർവ് ടു ഫീൽ സേഫ് വൈൽ എക്സ്പ്രസിംഗ് ദംസെൽവ്സ് പീസ്ഫുള്ളി. ദേ ഡിസേർവ്. അവരുടെ അവകാശമാണ്. അവരൊരു കാര്യം പറയുന്ന സമയത്ത് സേഫ് ആയിട്ടുള്ള ഒരു എൻവയറമെന്റും അവർ ഡിസേർവ് ചെയ്യുന്നു. എസ്പെഷ്യലി പീസ്ഫുൾ ആയിട്ട് അവരൊരു കാര്യം അവർ പറയുന്ന സമയത്ത്. At the same time, ഇതെല്ലാം പറയുമ്പോഴും I hope that the original purpose of this movement is never overshadowed. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഒരു വലിയ കാര്യം നടക്കുമ്പം ഇവരുടെ ഈ ഒരു കോസ് ഓവർഷാഡോ ആവരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. Whenever any movement grows this large, emotions run high, different voices emerge and the conversation can become more complex. ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ, കുറേ ആൾക്കാർ കൂടുമ്പോൾ, chances are high that ഈ മെയിൻ കോസ് അതിൽ മുങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. And the conversation can become more complex. My hope is that the focus always remains on the student and the future they are asking to build. I hope, അതായത് എൻ്റെ ആഗ്രഹം, ഞാൻ ഹോപ്പ് ചെയ്യുന്നത് ഇതാണ്, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വോയിസും അവർ ആവശ്യപ്പെടുന്ന കാര്യവും ഈ വലിയ ഒച്ചയുടെ ഇടയിൽ അത് മുങ്ങിപ്പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും ചെറിയൊരു ആഗ്രഹമാണെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല.
ആരും പറഞ്ഞില്ല, ഇങ്ങനത്തെ ഒരു ആഗ്രഹമായിരുന്നു, മലയാളത്തിൽ എഴുതിയാൽ മതിയായിരുന്നു. ഐ ബിലീവ് ഇൻ ദ റൈറ്റ് ടു പീസ്ഫുൾ എക്സ്പ്രഷൻ. ഞാൻ വിശ്വസിക്കുന്നത് പീസ്ഫുൾ എക്സ്പ്രഷനിലാണ്. ഐ ഡു നോട്ട് ബിലീവ് ഇൻ മറ്റത് ഇങ്ങനെയൊക്കെ ചെയ്യാമോ, വയലൻസ്, നോ മാറ്റർ ഹൂ ഇറ്റ് കംസ് ഫ്രം. ഞാൻ ഒരിക്കലും വയലൻസിൽ വിശ്വസിക്കുന്നില്ല. ഹിസ്റ്ററി റിമെമ്പേഴ്സ് മൂമെന്റ്സ് നോട്ട് ഓൺലി ഫോർ ഹൂ ദേ വർ ബിഗാൻ, വൈ ദേ ബിഗാൻ, ബട്ട് ഓൾസോ ഹൗ ദേ അൺഫോൾഡഡ്. ഹിസ്റ്ററി എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ ഒരു കാര്യം നടന്നു, അതെങ്ങനെയാണ് അത് അവസാനിച്ചത്, അതിൻ്റെ ആ മൊത്തം ജേർണി ഒരു ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളതെല്ലാം ഓർക്കും. My hope is that when we look back years from now, we remember courage, compassion, meaningful change, and a generation that helped shape a stronger India. So, I hope ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കാര്യം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ഒരു ജനറേഷനെയാണ്, ഒരു ജനതയാണ് ദാറ്റ് ഹെൽപ്ഡ് കറേജോടെ, ധൈര്യത്തോടെ, കമ്പാഷൻ, സ്നേഹത്തോടെ, അറ്റ് ദ സെയിം ടൈം ഒരു മീനിങ് ചേഞ്ചിന് വേണ്ടി പൊരുതിയ ഒരു ജനതയെ വേണം നമ്മൾ ഓർക്കാൻ. അവിടെ പൊരുതുന്നവരോട് വീട്ടിൽ പോകാൻ പറഞ്ഞു. നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അവിടെ പൊരുതിയ ഇവിടെ പൊരുതിയ രണ്ട് ആക്ഷൻ എങ്ങനെയും രണ്ടെണ്ണം എങ്ങനെയും അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഓർക്കേണ്ടത് കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അവിടെ പൊരുതിയ ജനത. അവിടെ പൊരുതിക്കൊണ്ടിരിക്കുന്ന ജനതയോട് മക്കളെ വീട്ടിൽ പോവാ മക്കളെ എന്നും പറഞ്ഞാൽ അവരെ മടക്കി അയക്കാൻ നിൽക്കായിരുന്നു. ചേടാ, ഈ എഴുതി കൊടുത്ത ആൾക്ക് ഒന്നും കൂടിയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കായിരുന്നു. പെയിൻ, നോ ഫിയർ, നോ ഡിവിഷൻ. അവിടെ വേദനയോ അല്ലെങ്കിൽ ഭയങ്കരമായ പേടിയോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഡിവിഷൻ, സെപ്പറേഷൻ്റെ ആവശ്യവും ഇല്ല. ആൻഡ് ഫൈനലി, മെനി ഓഫ് യു വാണ്ടഡ് മീ ടു ഷെയർ മൈ തോട്ട്സ്. കുറേ പേര് എന്നോട് എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ അമ്മ ആദ്യം വായന തുടങ്ങിയപ്പോൾ മര്യാദയ്ക്ക് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ, ഇപ്പം ഞാനൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാരുടെ കമൻറ്റ്സ് അല്ലെങ്കിൽ ചില ആൾക്കാരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ്, ഇപ്പോൾ അടുത്ത് റീസെൻ്റായിട്ട് അഹാനയുടെ ഒക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടായില്ലേ, ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് വായിക്കുന്ന അതേ രീതി, അതായത് മറ്റൊരാളുടെ പോസ്റ്റ് വായിക്കുന്ന രീതിയിൽ പേളി വായിക്കുന്നത് പോലെ എനിക്ക് വളരെ കൃത്യമായിട്ട് ഫീൽ ചെയ്തു. കുറച്ച് വായിച്ചു കഴിഞ്ഞ സമയത്ത് തോന്നിയതാണ്, ഇത് ആരുടെയോ പോസ്റ്റ് വായിക്കുന്ന പോലെയാണ് പേളി സംസാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. സം ഓഫ് യു എൻകറേജ് മീ. കുറേ പേര് പറ എന്ന് പറഞ്ഞു. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നു, ഞാൻ മിണ്ടാണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. രണ്ട് കൂട്ടരെയും ഞാൻ മനസ്സിലാക്കുന്നു. ഐ അണ്ടർസ്റ്റാൻഡ് ബോത്ത്. As someone whose words can reach many people, I believe I have a responsibility to speak with care, especially during times like these. ഇങ്ങനത്തെ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ടെൻസ് ആയിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് എനിക്ക് എന്നെ പോലത്തെ ഒരാൾക്ക് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ ഹാവ് ടു തിങ്ക്. എടുത്തു ചാടി കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു സമയത്ത്. ഐ ഡോണ്ട് എക്സ്പെക്ട് എവ്രി വൺ ടു അഗ്രി വിത്ത് മീ. നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന കാര്യം ശരിയാണ് എന്ന് പറയാൻ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല. ദിസ് ഇസ് സിംപ്ലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഇത് എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്, എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ആൻഡ് ഐ ഷെയർ ഇറ്റ് വിത്ത് ഓണസ്റ്റി, റെസ്പെക്ട് ആൻഡ് ഹോപ്പ്. എബവ് എവറിത്തിങ് എൽസ് ഐ പ്രേ ഫോർ പീസ്. ഞാൻ പ്രാർത്ഥിക്കുന്നു, സമാധാനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഐ പ്രേ ഫോർ ദ സേഫ്റ്റി ഓഫ് എവറി സ്റ്റുഡൻറ്റ്, എവറി ഓഫീസർ ആൻഡ് എവറി സിറ്റിസൺ. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഓരോ സ്റ്റുഡൻസിൻ്റെയും അവിടെയുള്ള ഓരോ ഓഫീസേഴ്സിൻ്റെയും ഓരോ ഇന്ത്യൻ പൗരൻ്റെയും സേഫ്റ്റിക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. മേ വിസ്ഡം ഗൈഡ് us, compassion unite us, and may we build a future where every child has access to quality education, equal opportunity and the freedom to dream. And one last thing, ഇത് ഞാൻ പറഞ്ഞ ലാസ്റ്റ് എൻ്റെ 4ാമത്തെ പേജിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. ആ അവസാനം വായിച്ചത് മനസ്സിലായിട്ടില്ല. അതിനാണ് ആ നിശ്വാസം, ആ ദീർഘശ്വാസം എന്തിനെന്നറിയോ? കമ്പാഷൻ. അപ്പോൾ മനസ്സിൽ തോന്നുന്നതറിയോ, ഭഗവാനെ ഇത് ഞാൻ എങ്ങനെ തർജ്ജിമ ചെയ്യും? ഇത് ഒരു കാര്യം 100% ഉറപ്പാണ്. ഇത് ഇയമ്മയുടെ തലേന്ന് ഉണ്ടായതല്ല, ഇത് ഇയമ്മ എഴുതിയതല്ല. ഇത് വേറെ ആരോ ChatGPT ആണെങ്കിലും പൊറുക്കാം, എന്നാൽ അതിനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നെ പോലെ എഴുതരാം. ഇത് അതുമല്ല. ഇത് ഒരു ബന്ധമില്ലാത്ത, ഇയമ്മനായിട്ട് ഒരു ബന്ധമില്ലാത്ത ഈ കാര്യങ്ങൾ, അതായത് ഏതോ ഒരു തേർഡ് പേഴ്സൺ എഴുതി വായിക്കുക എന്നുള്ളത് ബോഡി ലാംഗ്വേജ് കണ്ടാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഫൈനലി ദിസ് ഇസ് ഹൗ ഐ ഫീൽ ടുഡേ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഫീലിംഗ്. ഇതാണ് ബേസ്ഡ് ഓൺ വാട്ട് ഐ നോ ടുഡേ. എനിക്ക് ഇന്നുള്ള എൻ്റെ ചെറിയ അറിവിൽ നിന്നും ഞാൻ എഴുതിയിരിക്കുന്നത് ഇതാണ് ഇന്ന്. ഇഫ് ന്യൂ ഫാക്ട്സ് എമേർജ് ടുമോറോ, നാളെ പുതിയ ന്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഐ വിൽ നെവർ ബി അഫ്രൈഡ് ടു ലേൺ. അപ്പോൾ ഞാൻ കാല് മാറാം അല്ലേ? നാളെ ഇനി വേറെ എന്തെങ്കിലും തിരിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാല് മാറാം. അതിനുശേഷം കുറച്ച് നേരത്തേക്ക് ആക്ച്വലി എല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ ഇടുന്ന എനിക്ക് തോന്നുന്നു ഒരു 10 മണി ആ ടൈമിലൊക്കെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് പോസ്റ്റ് ചെയ്ത് തുടക്കത്തിൽ
ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ എന്തിട്ടാലും അതിനൊരു നല്ല വശവും കാണുന്നവരുണ്ടാവും, ചീത്ത വശവും കാണുന്നുണ്ടാവും. പക്ഷെ മെജോറിറ്റി ആൾക്കാരും അതിൻ്റെ നല്ല വശമാണ് കണ്ട്. പക്ഷേ ഒരു കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റുകളായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഇനീഷ്യലി നിങ്ങളൊരു പോസ്റ്റ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ അന്ധമായിട്ട് നിങ്ങളെ പിന്നാലെ കൂടുന്ന ബ്ലൈൻഡായിട്ട് കൂടുന്നവരാണ് ആദ്യം കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഇതിൽ വേറൊന്നും കണ്ടില്ല. പിന്നീടാണ് ഇത് ന്യൂട്രൽ ഓഡിയൻസിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കിയിട്ട് ഈ പിന്നെ കുറച്ചൊക്കെ അതായത് തലയില്ല എന്നല്ല പറയുന്നത്, കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി പെർസീവ് ചെയ്തതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് ഈ സാധനം എത്തിയത്. അപ്പോഴാണ് സംഗതി കയ്യിൽ നിന്ന് പോയത്. എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാനത് പറയുന്നത് നിങ്ങൾ സേഫായിട്ട് ഇരിക്കണേ എന്ന് പറയുന്നതിൻ്റെ കൂടെയാണ് ഞാനത് പറയുന്നത്. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം. ആ ഒരു മൂഡിൽ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല. ഐ എം നോ ബഡി ടു യു ആർ നോ ബഡി ഓവഡി എന്തോ ആയിക്കോട്ടെ. എങ്ങനെയാണ് ഇത് സേഫായിട്ടിരിക്കുക? അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ്, ബിക്കോസ് ഞാൻ ഈ റീൽസ് ഒക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് കുറേ DM-ൽ ഒരു പോസ്റ്റ് മാത്രം എനിക്ക് കുറേ പേര് എടുത്തെഴുതാൻ തുടങ്ങി. ഇങ്ങനെ ഒരാൾ സിബി മലയിൽ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഇത്രയും വലിയൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പോസ്റ്റ് കണ്ടു. എനിക്ക് ഭയങ്കര ഹേർട്ടായി. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. പ്ലസ് ഞാൻ എഴുതാത്ത കാര്യം എങ്ങനെയാണ് ഇത്രയും മോശമായ രീതിയിൽ, അതിനകത്തൊരു ലൈനാണ് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്തത്. ഇത് ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്, പക്ഷേ എന്നെ ഹേർട്ട് ചെയ്തൊരു മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ, ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഗ്രേവിൽ ഞാൻ തുപ്പുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം വന്നു. എനിക്കത് ഭയങ്കര സത്യമായിട്ട് എനിക്കത് ഭയങ്കര ഹേർട്ടായി. അത് കണ്ടപ്പം ഇത്രയും മോശമായിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഭാഷയാണ്. പക്ഷേ ഈ ഒരു പേളി പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം വാസ് ഇക്വലൻ ടു ഇൻസൾട്ടിങ് ഫ്രീഡം ഫൈറ്റേഴ്സ്, ഇൻസൾട്ടിങ് എനിബഡി ഹു ഫോട്ട് ഫോർ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ആൾക്കാരെ. അത് ശരിയാണ്, നിരുത്സാഹപ്പെടുത്തുന്ന രീതിയാണ്. അത് പല ആൾക്കാരും പല രീതിയിലും പറയും, തുപ്പുക എന്ന് പറയും, വേറെ പലതും പറയാതിരിക്കാം. പക്ഷേ ആ സംസാരത്തിൻ്റെ പ്രശ്നം അതായിരുന്നു. ഒരിക്കലും ആ ഒരു സമരം ചെയ്യുന്നവരുടെ മനോവീര്യം കെടുത്തുക, നിങ്ങളിത് ചെയ്യണ്ട, നിങ്ങൾ നിർത്തൂ, നിങ്ങൾ സേഫായിട്ടിരിക്കൂ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതങ്ങനെ ആൾക്കാർ എടുക്കുള്ളൂ. ഞാൻ ഓണസ്റ്റായിട്ടും എൻ്റെ മനസ്സിൽ തട്ടി എഴുതിയ ഒരു സാധനം ഇത്രയും നെഗറ്റീവായിട്ട് അതിനെ വ്യാഖ്യാനിച്ചപ്പം എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ വിചാരിച്ചു റിയാക്ട് ചെയ്യേണ്ട വിട്ടുകളാ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ സാധനം തന്നെ എൻ്റെ കമൻസിലും വരാൻ തുടങ്ങി. നീ അവരെ നോക്കി തുപ്പുകയാണ്, ആ ഒരു ചീത്ത രീതിയിലൊക്കെ കമൻസ് ഒക്കെ വന്നിട്ട് ഞാൻ ഭയങ്കര ഹേർട്ടായി. രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല, എനിക്കിതിനോട് റിയാക്ട് ചെയ്യണം. ഞാനപ്പോൾ ആംഗ്രി ആയി, എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. സോ ഐ വാസ് ഹേർട്ട് ആൻഡ് ഐ തോട്ട് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതി. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ മുമ്പിൽ പിന്നെ വന്ന ഒരു സ്റ്റോറി. ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്താ വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ എഴുതിയത് അതൊരു വലിയ തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ഒരു 15-20 കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാനത് ഡിലീറ്റും ചെയ്തു. എന്താ വെച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കറിയാം എന്തായാലും സ്ക്രീൻഷോട്ട് പോകും. പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരു ഫെയിൽഡ് എന്നോ. നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. അങ്ങനെയല്ല എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത്. അത് വളരെ ഞങ്ങളല്ല വിളിച്ചത്, നമ്മളാരെങ്കിലും ആണോ വിളിച്ചത്? നിങ്ങളാണോ വിളിച്ചത്? നിങ്ങൾ തന്നെയല്ലേ വിളിച്ചത്? ഒരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ വിളിച്ചതിന്. ഐ എം സോറി. ഐ ഡോണ്ട് മീൻ ടു സേ ദാറ്റ് ആൻഡ് ഐ എം സോറി ഇഫ് ഐ ഹേർട്ട് യു ബൈ സേയിങ് ദാറ്റ്. അതിനുശേഷം ഞാൻ അതിനകത്ത് എഴുതിയിരുന്നു, നേരത്തെ പോസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കുറിച്ച് എഴുതിയ ആ പോസ്റ്റിൽ ലാസ്റ്റിൽ എഴുതിയിരുന്നു. എൻ്റെ പോസ്റ്റിൽ ഞാൻ ക്യാൻവയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനത്തെ ഒരു ആപ്പുണ്ട്. എഴുതിയ കാര്യം ഞാൻ നോട്ട് പാഡിൽ നിന്നിട്ട് ക്യാൻവയിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ ഒരു റേഷ്യോന് വേണ്ടി ഒന്ന് അടിച്ചപ്പം കുറേ ഫോർമാറ്റിൽ അതിൽ ആദ്യം വന്നതിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുകയും വേറെ ഒന്നും ഞാൻ അത്രയും ഡീപ്പായിട്ട് ഞാൻ ചിന്തിക്കാണ്ടാണ് അത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തു. ഞാനതങ്ങനെ അപ്ലോഡ് ചെയ്തു. ഈ കളറിൽ ഒരു വ്യാഖ്യാനം അദ്ദേഹം എൻഡിൽ കൊടുത്തിരുന്നു. ഈ കളർ കണ്ടാൽ അറിയാം എന്താണ് ഏത് പാർട്ടീനെയാണ് കൂടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കി കാണിക്കുന്ന രീതിയിൽ എനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് യെസ് ഐ ലവ് സാഫ്രൻ ആൻഡ് ഐ ലവ് ഇറ്റ് മോസ്റ്റ് ഇൻ ദി ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറഞ്ഞു. ഇത് എഴുതി ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും അപ്പോഴേക്ക് സ്ക്രീൻഷോട്ട് എടുത്തു. അതെ, സ്ക്രീൻഷോട്ട് എടുത്തവരുടെ ഭാഗത്താണ് തെറ്റ്. ഈ ക്ലാരിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പകരം അപ്പം അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയില്ല അല്ലേ? എന്താ ന്യായീകരിച്ച് മെഴുകലല്ലേ? സത്യം പറഞ്ഞാൽ ഇവരെ ശിക്ഷപ്പെടേണ്ടി വരും. നമുക്കൊക്കെ എന്തെങ്കിലും സംഗതി വന്നു കഴിഞ്ഞാൽ ന്യായീകരിച്ച് മെഴുകാൻ ഇതിനെ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിനുള്ളൊരു മറുപടിയായിരുന്നു. സത്യം പറയാമല്ലോ, ഞാൻ കേരളത്തിൽ ഇത്രയും വർഷമായി നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ വളരുന്നത്. 18 വയസ്സ് തൊട്ട് ഞാൻ തുടങ്ങിയാണ് എൻ്റെ ഈ കരിയർ. നിങ്ങളുടെ മുൻപിലാണ് ഞാൻ എൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് ജീവിച്ചിട്ടുള്ളത്.
ഇന്നേ വരെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഐ എം ഓൾസോ ഹ്യൂമൻ ജസ്റ്റ് ലൈക്ക് ഓൾ ഓഫ് യു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അങ്ങനെ ഞാൻ എഴുതാൻ പാടില്ല. പക്ഷേ ഇവിടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ പാർട്ടിയിലും, അത് ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഇവിടെയുള്ള എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്, എല്ലാ പാർട്ടിയും എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് അതിലെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ തിങ് ദാറ്റ് ഐ വോണ്ട് ടു ക്ലാരിഫൈ. പിന്നെ എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടത്, ഈ പോസ്റ്റ് സ്റ്റോറി ഇട്ട സമയത്ത് ഇദ്ദേഹം ഇത് വേറൊരു സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ അച്ഛനെയാണ് ഞാൻ കുറ്റം പറയുന്നത്. അത് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് തോന്നുന്നില്ല. കാരണം സിബി മലയിലിനെ പറയാൻ ചാൻസ് ഇല്ല. എൻ്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു സിബി മലയിലിനെ ആവാൻ ചാൻസ് ഇല്ല എന്നുള്ളത് പറഞ്ഞിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് തന്നെ കേട്ടോ. എനിക്ക് ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. ഒരിക്കലും പോയി സിബി മലയിലിനെ അങ്ങനെ ഫീൽഡ് ഡയറക്ടർ എന്ന് പറഞ്ഞതായിരിക്കില്ല. ഈ ചങ്ങാതി ആവും പറഞ്ഞിട്ടുള്ള മകനെ അച്ഛനെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇസ് ദ വൺ ആൻഡ് ഓൺലി സിബി മലയിൽ, ദ ഡയറക്ടർ, ദ ഐക്കോണിക്, ദ മോസ്റ്റ് ലവ്ഡ്, ദ മോസ്റ്റ് സെലിബ്രേറ്റഡ്. എനിക്കൊക്കെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് സിബി മലയിൽ സർ. ഞാൻ എന്നല്ല, നമ്മുടെ മലയാളികൾ എല്ലാവരും വി ആർ ഓൾ ബിഗ് ഫാൻ ഓഫ് സിബി മലയിൽ സർ. ഈ ഒരു സാധനമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. അത് മാറി, അങ്ങനെ മാറ്റി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അത് ന്യൂസ് ചാനൽസ് അത് ഇങ്ങനെ എടുത്ത് എഴുതുകയാണ്, അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ഈ 10 പേജ് എന്നെക്കുറിച്ച് എഴുതിയ ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റോറി ഇട്ടത്. പക്ഷേ അതിൽ സിബി മലയിൽ സർ എങ്ങനെ വന്നു, ഇത് ഞാൻ എങ്ങനെ തിരുത്തും എന്ന് എനിക്ക് മനസ്സിലാവണം. ഇനി ഞാൻ ഒന്നും ഇടരുതെന്നും തീരുമാനിച്ചു. എന്താ വെച്ചാൽ ഞാൻ ഇനി എന്തിട്ടാലും അത് പ്രശ്നമാവും. ഞാൻ മിണ്ടാണ്ടിരുന്നു. പക്ഷേ ഇതിങ്ങനെ കൂടി ഇതിപ്പം സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും സിബി മലയിൽ സാറിന് അങ്ങനെ പറയില്ല. ബിക്കോസ് ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് മലയാളം സിനിമ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐ എം എ ഹ്യൂജ് ഫാൻ സർ. സർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ ലവ് യു ആൻഡ് ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് യോഴ്സ്. ആൻഡ് ഐ ഓൾസോ വോണ്ട് ടു സേ, ഞാൻ ഈ വീഡിയോ ഇടുമ്പം നിങ്ങളെല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിർത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യു ഷുഡ് ക്രിട്ടിസൈസ് മീ. ബിക്കോസ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഫസ്റ്റ് ആങ്കറിങ് തുടങ്ങുന്ന സമയത്ത്, അതായത് ടേസ്റ്റ് ഓഫ് കേരള തുടങ്ങാൻ പോവാണ്, അതിൻ്റെ ഷൂട്ടിൻ്റെ അന്ന് ഇങ്ങനെ രാവിലെ 5 മണിക്ക് റെഡി ആയിട്ട് ഇങ്ങനെ സൺറൈസ് കണ്ടുകൊണ്ട് നിൽക്കുക. മതി അല്ലേ? എന്തായാലും ഇനി ഈ ക്ലാരിഫിക്കേഷന് അടുത്തൊരു ക്ലാരിഫിക്കേഷൻ കൊണ്ട് എപ്പോഴാണ് വരിക എന്ന് നോക്കിയാൽ മതി. കാരണം എനിക്ക് തോന്നുന്നത് ആ പോസ്റ്റിനേക്കാളും കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണ്ടത് ഈ പറഞ്ഞിട്ട വീഡിയോ ഒക്കെ. എന്നിട്ട് ഇതിൻ്റെ ടൈറ്റിൽ എന്ന് മാറ്റിയിട്ട് ക്ലാരിഫിക്കേഷൻ എന്നുള്ളതിന് പകരം തർജിമ എന്ന് മാറ്റേണ്ടതാണ്, ട്രാൻസ്ലേഷൻ. കാരണം എനിക്കിതൊരു ട്രാൻസ്ലേഷനായിട്ട് തോന്നി. അതോ ആരോ എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റിനെ ഒന്ന് നന്നാക്കി ഇരുത്തി വായിച്ചിട്ട് നമ്മളതായ രീതിയിലുള്ള ഒരു ട്രാൻസ്ലേഷൻ കൊണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള പേരിട്ടിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു വിഷയത്തിന്, ഈ ഒരു വീഡിയോനെ ഫീൽ ചെയ്തിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.